ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ 2023 ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു ഇസ് ഈക്വൽ ടു പി ആർ, കോൺ ക്യു ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ ആംഗിൾ പി എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? പി ക്യു ഇസ് ഈക്വൽ ടു പി ആർ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പി ആർ എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആംഗിൾ ക്യു എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പി ക്യു എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആറും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ആംഗിൾ പി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ പിന്നെ 2 ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 180 എന്ന് അത് രണ്ടും കൂടെ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 മൈനസ് മറ്റേ 2 ആംഗിളും എത്ര വീതമാണ്? 30 ആണ്. അപ്പോൾ 30 + 30 എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടിയത്? 180 മൈനസ് 60 എന്ന് കിട്ടും അല്ലേ. 180 എന്ന് 60 കുറക്കുമ്പോൾ 120 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആംഗിൾ പി എത്രയാണ്? 120 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്കിതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 2 is added to 3 times of a number gives 17. Find the number എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ നമ്പറിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 times of നമ്പർ എത്രയായിരിക്കും? 3x ആയിരിക്കും അല്ലേ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? 2 is added to 3 times of a number gives 17 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 3 times of a നമ്പർക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടുന്നു. 3 times of a നമ്പർ 3x ആണ് നമുക്കറിയാം. അതിലേക്ക് 2 കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ 3x + 2 = 17 എഴുതാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സ് ഉള്ള പദം ഇവിടെ വെച്ചിട്ട് മറ്റേ സംഖ്യനെ നമുക്ക് സമത്തിൻ്റെ മറുവശത്തേക്ക് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ എഴുതുക? 3x = 17 - 2. 17 2 കുറക്കുമ്പോൾ എത്ര കിട്ടുക? 15 കിട്ടും. അപ്പോൾ 3x എന്ന് പറയുന്നത് 15 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 3നെ നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷനായിട്ട് മാറും അല്ലേ. അപ്പോൾ x = 15 / 3 എന്ന് കിട്ടും. 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x 5 ആണ്. x എന്ന് പറയുന്നത് എന്താണ്? നമ്പറാണ്. അപ്പോൾ നമ്പർ എത്ര കിട്ടിയത്? 5 എന്ന് കിട്ടി. നമ്പറെല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് 5 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ ആംഗിൾ സി ബി ഇ എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ഇവിടെ 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. 4ാമത്തെ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ 3 ആംഗിളും കൂടെ കൂട്ടിയിട്ട് അത് 360 ഡിഗ്രിന്ന് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി സി അഥവാ ആംഗിൾ ബി കിട്ടും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 360 മൈനസ് 70 പ്ലസ് 110 പ്ലസ് 80 അല്ലേ. ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം. അപ്പോൾ 360 മൈനസ് 70യും 110ഉം 80യും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്നത്? 260 കിട്ടും. അപ്പോൾ 360 മൈനസ് 260 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എത്ര കിട്ടുന്നത്? 100 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ് എന്ന് കിട്ടി. ഇനി നമ്മളോട് അതിൽ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ സി ബി ഇ എത്രയാണ്? ആംഗിൾ എ ബി സി കിട്ടിയാൽ ആംഗിൾ സി ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? അത് രണ്ടും ലീനിയർ പെയറാണ് അല്ലേ. ലീനിയർ പെയറിൻ്റെ പ്രത്യേകത എന്താണ്? അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്ന് പിന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റേത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 എന്ന് അത് കുറച്ചാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ സി ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 100. അപ്പോൾ എത്ര കിട്ടുന്നത്? 80 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കിതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The number of girls and boys in a class are in the ratio 2:3. Total number of students is 50. What is the number of girls and what is the number of boys? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും കൂടെ റേഷ്യോ 2:3 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്നുള്ളതിനെ നമുക്ക് 2x എന്നും നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ളതിനെ നമുക്ക് 3x എന്നും കൊടുക്കാം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അവർ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി കൂട്ടിയാൽ 50 പേരുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2xഉം 3xഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 50 ആണ്. ബോയ്സും ഗേൾസും കൂടെ കൂട്ടുമ്പോൾ 50 എന്ന് പറയുമ്പോൾ 2x + 3x = 50 എന്ന് എഴുതാം. 2xഉം 3xഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 5x അല്ലേ. അപ്പോൾ 5x = 50 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് ചെയ്യുക? ആ 5നെ നമുക്ക് സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ എന്താവും? അത് ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ മാറിയിട്ട് ഡിവിഷൻ ആവും. സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പോൾ എങ്ങനെ എഴുതാം? x = 50 / 5 എന്ന് എഴുതും അല്ലേ.
അപ്പോൾ എത്ര കിട്ടുന്നത് 50നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുക 10 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 10 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്താണ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണത് 2x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 10 എന്ന് കൊടുക്കണം. എക്സ് 10 ആണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ 2 × 10 = 20 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 20, അതുപോലെ നമ്പർ ഓഫ് ബോയ്സോ 3x ആണ്. 3 × 10 അല്ലേ, എക്സിന് പകരം 10 കൊടുക്കുക. അപ്പോൾ 3 × 10 എത്രയാണ് 30 എന്നും കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് 30 എന്നും കിട്ടിയില്ലേ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. -3 × 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 5 -2 എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഇതിൽ ആദ്യത്തേത് ഗുണനാണ് അല്ലേ, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഇതേ റൂൾ തന്നെയാണ് വരുന്നത്. ആ റൂൾ ഞാൻ സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, -+, ക്വസ്റ്റ്യനിൽ മൈനസും പ്ലസും തമ്മിൽ ഗുണിക്കാനാണ് വരുന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കും മൈനസ് ആയിരിക്കും. പ്ലസും മൈനസും ആകുമ്പോഴും മൈനസ് തന്നെ ആയിരിക്കും. അതായത് രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ആൻസർ എന്തായിരിക്കും മൈനസ് ആയിരിക്കും. എന്നാൽ രണ്ടും ഒരേപോലത്തെ, രണ്ടും മൈനസ് ആണെങ്കിലും രണ്ടും പ്ലസ് ആണെങ്കിലും ആൻസർ എന്തായിരിക്കും പ്ലസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നോക്കൂ, ക്വസ്റ്റ്യനിൽ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ആൻസർ എപ്പോഴും എന്താണ് മൈനസ് ആണ് ആൻസറിൽ കിട്ടുന്നത്. അപ്പോൾ എത്രയാണ് 3 × 4 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് അതിന് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -12 എന്ന് കിട്ടും അല്ലേ. 3 × 4 12 ആണ്, അതിന് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -12 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ, 5ന്ന് -2 കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ 2 മൈനസ് അടുത്തടുത്ത് വരുന്നുണ്ട്. അങ്ങനെ 2 മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഗുണനത്തിൻ്റെ, അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ അതെന്താവും പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം 5 + 2 എന്ന് എഴുതാം. 5 + 2 എത്രയാണ് 7 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി ഇതിൽ 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. a² - b² = ഡാഷ് × a - b. അതുപോലെ 100² - 99² ഡാഷ് × 1. അടുത്തത് a+1² - 1² a+2 ഡാഷ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തത് a² - b² എന്താണെന്നാണ് അല്ലേ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് a² - b² എന്ന് പറഞ്ഞാൽ a+b × a - b ആണ് എന്നുള്ളത്. അപ്പോൾ a - b അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താണ് അവിടെ കൊടുക്കാനുള്ളത് a+b അല്ലേ. a+b × a - b ആണ് a² - b² എന്ന് പറയുന്നത്. അപ്പോൾ വിട്ട ഭാഗത്ത് നമ്മൾ a+b എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 100² - 99² എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ a² - b² എന്നുള്ള രൂപത്തിലാണ്. ഇതിൽ a എന്ന് പറയുന്നത് 100 ആണ്, b എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആകുമ്പോൾ a+b × a - b എന്നാണ്. a - b എന്ന് പറഞ്ഞാൽ 100ന്ന് 99 കുറച്ചത്. a 100ഉം b 99 അല്ലേ. അപ്പോൾ 100ന്ന് 99 കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത് 1 എന്ന് കിട്ടും. ആ 1 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ എഴുതാനുള്ളത് a+b എത്രയാണെന്ന് എഴുതേണ്ടത് 100 + 99, അതായത് 199 എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് a+1² - 1² a+2 ഡാഷ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതും a² - b² എന്നുള്ള രൂപത്തിലാണ്. ഇതിൽ a വരുന്നത് എന്താണ് a+1 ആണ്, b എന്ന് വരുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ a² - b² ആകുമ്പോൾ a+b × a - b ആണ്. ഇവിടെ a+b എന്ന് പറയുന്നത് a+1 + 1 ആണ്. a+1ഉം 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് a+2 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തതോ a - b ആണ്, അതായത് a+1 - 1 എന്ന് കൊടുക്കണം. അപ്പോൾ ആ +1ഉം -1ഉം കൂടെ എന്താവും 0 ആവും. പിന്നെ ബാക്കി എന്താ അവിടെ ഉണ്ടാകുക a എന്നല്ലേ. അപ്പോൾ അവിടെ എന്താണ് കൊടുക്കേണ്ടത് a എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 36 centimeters ആൻഡ് ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:4. ഫൈൻഡ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 36 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:4 ആണ്. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ 2:3:4 ആയതുകൊണ്ട് തന്നെ സൈഡ്സിനെ നമുക്ക് 2x 3x 4x എന്ന് കൊടുക്കാം. പിന്നെ ഇതിലെന്താ തന്നിട്ടുള്ളത് പെരിമീറ്റർ 36 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും കൂടെ കൂട്ടിയത്. അപ്പോൾ നമുക്ക് ഓരോ സൈഡും നമ്മൾ 2x 3x 4x എന്ന് കൊടുത്തുകൊണ്ട് തന്നെ അത് 3ഉം കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ 2x + 3x + 4x = 36 എന്ന് കൊടുക്കാം. അപ്പോൾ 2xഉം 3xഉം 4xഉം കൂടെ കൂട്ടുക. അത് കൂട്ടുമ്പോൾ എത്ര കിട്ടണത് 9x എന്ന് കിട്ടും. അപ്പോൾ 9x = 36 എന്ന് കിട്ടി. ഇതിന് നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ആ 9 നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോവാം. അപ്പോൾ അതെന്താവും
ഇൻറ്റു ഉള്ളത് ഡിവൈഡഡ് ബൈ എന്നാവില്ല. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 9 എന്നാവും. 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 4 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 4 ആണ് എന്ന് കിട്ടി. സൈഡ്സ് ഏതൊക്കെയാണ് 2x 3x 4x ആണ്. അപ്പോൾ അത് എത്രയാവും 2x എന്ന് പറയുമ്പോൾ 2 × 4 അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 3x എന്ന് പറയുന്നത് 3 × 4 അപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 4x എന്ന് പറയുന്നത് 4 × 4 അപ്പോൾ 16 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. അപ്പോൾ സൈഡ്സ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആൻഡ് 16 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതിൽ 8th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. AB is equal to 8 cm, AD is equal to 4 cm, PB is equal to QD is equal to 3 cm. അതിൽ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ABCD. പിന്നെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം APCQ. അപ്പോൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ABCD എന്നാണ്. അപ്പോൾ ചിത്രത്തിക്ക് നോക്കുക, ABCD എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ. അപ്പോൾ അതിൻ്റെ AB എത്രയാണെന്നും തന്നിട്ടുണ്ട്, AD എത്രയാണെന്നും തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നതാണ് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബേസ്, AD എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹൈറ്റ്. നമുക്കറിയാം ഏരിയ കാണാനുള്ള സൂത്രവാക്യം ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസും ഹൈറ്റും തന്ന സ്ഥിതിക്ക് എന്ത് ചെയ്താൽ മതി, അത് തമ്മിൽ ഗുണിച്ചാൽ മതി. ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ് 8 × 4 അപ്പോൾ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. APയുടെ നീളം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചിത്രത്തേക്ക് നോക്കൂ, AP എന്ന് പറഞ്ഞത് ABൻ്റെ നീളം നമുക്കറിയാം, PBൻ്റെ നീളവും നമുക്കറിയാം. അത് വെച്ച് APൻ്റെ നീളം കണ്ടുപിടിച്ചൂടെ. ABൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്, PB 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ 8 നിന്ന് ആ PB എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ AP കിട്ടൂലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 8 - 3, 8 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം APCQ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തേക്ക് നോക്കൂ, APCQ എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ആ ഏരിയ കണക്കാക്കാൻ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ബേസും ഹൈറ്റും ഗുണിക്കാണ് വേണ്ടത്. ബേസ് എന്ന് പറയുന്നത് AP ആണ്, AP എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്, നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് തന്നെയാണ്, അത് 4 സെൻറ്റിമീറ്റർ ആണ്. AD എന്ന് പറഞ്ഞാൽ ആ ഒരു 4 സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ AP എന്ന് പറയുന്നത് 5 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 5 × 4 കണ്ടാൽ മതി. ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ 5 × 4 ആണ് കാണേണ്ടത്. അപ്പോൾ എത്ര കിട്ടുന്നത് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്കിതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. x = 3, y = -7 ആണ്. അങ്ങനെയാണെങ്കിൽ x + y എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ x - y എത്രയാണെന്നും കണ്ടുപിടിക്കണം. പിന്നെ x + y × x - y എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ആദ്യം ചെയ്യേണ്ടത് x + y എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. x 3 ആണ്, y -7 ആണ്. അപ്പോൾ x + y എന്ന് പറഞ്ഞാൽ 3 + -7 അല്ലേ. 3 + -7 എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 7 ന്ന് 3 കുറക്കുക, എന്നിട്ട് 7ൻ്റെ സൈൻ എന്താണ് മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. 7 ന്ന് 3 കുറക്കുമ്പോൾ 4 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, -4 എന്ന് കിട്ടും. ഇനി അടുത്തത് x - y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ x എന്ന് പറയുന്നത് 3 ആണ്, y എന്ന് പറയുന്നത് -7 ആണ്. അപ്പോൾ നമുക്ക് x - y എന്നുള്ളത് എങ്ങനെ എഴുതാം, 3 - -7 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് കൊടുക്കുന്നത്. 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 3 + 7 ആണ് കാണേണ്ടത്. 3 + 7 എത്രയാണ് 10 ആൻസർ കിട്ടും. ഇനി ഇതിലടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, x + y × x - y എത്രയാണെന്ന് കാണേണ്ടത്. x + y എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, x - y എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. x + y എന്ന് പറയുന്നത് -4 ആണ്, x - y എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ -4 × 10 കണ്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടുന്നത്, പിന്നെ 4 × 10 എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ മൈനസും പ്ലസും ആകുമ്പോൾ ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ -40 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച എക്സാമിന് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.